ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിഷത്തിൽ വിശ്വാസവും താല്പര്യമുള്ള എല്ലാവരെയും ജ്യോതിഷ തീർത്ഥം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വ്യാഴം അതിൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിൽ പ്രവേശിക്കുമ്പോൾ അനുഭവപ്പെടാൻ സാധ്യതയുള്ള ഗുണഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. 2026 ജൂൺ 2 വ്യാഴം അതിൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിൽ സംക്രമിക്കും. 5 മാസക്കാലം ഉച്ചക്ഷേത്രത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യും. 2026 ഒക്ടോബർ 31 വരെ ഉച്ചക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം എല്ലാ നക്ഷത്രക്കാർക്കും ധാരാളം ഗുണഫലങ്ങൾ നൽകുന്നതാണ്. ദോഷഫലങ്ങൾ ഒന്നും തന്നെ ഉച്ചസ്ഥനായ വ്യാഴം നൽകുന്നതല്ല. ഗുണഫലങ്ങളിൽ ചില ഏറ്റക്കുറവുകൾ ഉണ്ടാകും എന്ന് മാത്രം. പുത്രകാരകനും ധനകാരകനും ബുദ്ധികാരകനുമാണ് വ്യാഴം. കൂടാതെ ധാരാളം ഗുണഫലങ്ങൾ വ്യാഴത്തെ കൊണ്ട് നമ്മൾ ചിന്തിക്കാറുണ്ട്. ബുദ്ധി, പുത്രൻ, കീർത്തി, സ്വർണം, ധനസമ്പാദനം, ചൈതന്യം, ശരീരസുഖം, ശ്രേഷ്ഠത, സൽപ്രവൃത്തി, സുഖ സൗഭാഗ്യാദികൾ, ബന്ധുക്കൾ, ദയ, ദൈവഭക്തി തുടങ്ങി നിരവധി സാത്വിക ഗുണങ്ങളെ ചിന്തിക്കുന്നത് വ്യാഴത്തെ കൊണ്ടാണ്. ശുഭഫലങ്ങൾ ധാരാളം പ്രദാനം ചെയ്യാൻ കഴിവുള്ള ഗ്രഹമാണ് വ്യാഴം. വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി എല്ലാവിധ ദുരിതങ്ങളും വിട്ടൊഴിയുന്നതിന് നമ്മളെ സഹായിക്കും. വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന വൃശ്ചികക്കൂറുകാർക്ക് വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി മൂലം എന്തൊക്കെ ഗുണഫലങ്ങൾ അനുഭവപ്പെടും എന്ന് പരിശോധിക്കാം. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് കർക്കിടകത്തിൽ ഉച്ചത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം 9ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 9ാം ഭാവം ഭാഗ്യസ്ഥാനമാണ്, ഗുരുസ്ഥാനമാണ്, പിതൃസ്ഥാനമാണ്. ധാരാളം ഭാഗ്യാനുഭവങ്ങൾ ഭാഗ്യസ്ഥാനത്തേക്കുന്ന ഉച്ചസ്ഥനായ വ്യാഴം വൃശ്ചികക്കൂറുകാർക്ക് നൽകും. ധാരാളം മംഗള കാര്യങ്ങൾ വൃശ്ചികക്കൂറുകാരുടെ കുടുംബത്തിൽ വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി മൂലം വന്ന് ഭവിക്കും. വിവാഹ നിശ്ചയം, വിവാഹം, ഗൃഹപ്രവേശനം തുടങ്ങി പലതരത്തിലുള്ള മംഗളകർമ്മങ്ങൾ നടത്തുവാനുള്ള ഭാഗ്യം വൃശ്ചികക്കൂറുകാർക്ക് അനുഭവപ്പെടും. 9ലെ ഉച്ചസ്ഥനായ വ്യാഴം വലിയ ധനയോഗമാണ് ഈ കൂറുകാർക്ക് നൽകുന്നത്. സാമ്പത്തികമായി വലിയ അഭിവൃദ്ധി ഈ കൂറുകാർക്ക് അനുഭവപ്പെടും. അപ്രതീക്ഷിതമായി പല ഭാഗത്തു നിന്നും സാമ്പത്തികമായ നേട്ടം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ സന്താന ലബ്ധിയും ഈ കൂറുകാർക്ക് അനുഭവപ്പെടും. വളരെ കാലമായി സന്താനങ്ങൾ ഉണ്ടാകാത്ത ദമ്പതിമാർക്ക് സന്താനങ്ങൾ ലഭിക്കാനുള്ള അനുകൂല സമയമാണ്. സന്താനങ്ങളുടെ എല്ലാ കാര്യത്തിലും സുഖവും സന്തോഷവും ഈ കൂറുകാർക്ക് അനുഭവപ്പെടും. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലും ഉദ്യോഗ കാര്യത്തിലും വിവാഹ കാര്യത്തിലും ഒക്കെ അനുകൂലമായ തീരുമാനങ്ങൾ വ്യാഴത്തിന്റെ ഉച്ചക്ഷേത്ര സ്ഥിതി മൂലം അനുഭവപ്പെടും. സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള ധാരാളം അവസരങ്ങൾ ഈ കൂറുകാർക്ക് വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതിയിൽ അനുഭവപ്പെടുന്നതാണ്. സൽക്കർമ്മത്തിലൂടെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാനും കൂടുതൽ പുണ്യം ജീവിതത്തിൽ സമ്പാദിക്കുവാനും ഇവർക്ക് കഴിയും. ഇതൊക്കെ ജീവിതത്തിൽ വലിയ വിജയത്തിന് കാരണമാകും. മുടങ്ങിക്കിടക്കുന്ന പല പദ്ധതികളും പുനരാരംഭിക്കുവാനും അതൊക്കെ വിജയിപ്പിക്കുവാനും ഈ കൂറുകാർക്ക് സാധിക്കും. 9ലെ വ്യാഴം കർമ്മസിദ്ധി നൽകുന്നതാണ്. കർമ്മരംഗത്ത് പുതിയ ഉണർവും ഉന്മേഷവും ഈ കൂറുകാർക്ക് അനുഭവപ്പെടും. തൊഴിൽപരമായിട്ട് വലിയ ഉയർച്ച ഇവർക്ക് വന്നു ചേരും. ഇപ്പോൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട ഒരു തൊഴിൽ ചെയ്യുവാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നതാണ്. പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും അനുകൂല സമയമാണ്. ഇപ്പോഴത്തെ തൊഴിലിൽ തന്നെ പ്രമോഷനും അതുപോലെ മെച്ചപ്പെട്ട സാമ്പത്തിക ലാഭവും ഒക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി കുടിശ്ശികകൾ ലഭിക്കാനുള്ളവർക്ക് അതൊക്കെ ഉടൻ തന്നെ ലഭിച്ചു തുടങ്ങും. ചിട്ടി, ലോണ് ഇതൊക്കെ പ്രതീക്ഷിക്കുന്നവർക്ക് അത് ലഭിക്കുന്നതിന് അനുകൂല സമയമാണ്. കുടുംബ സ്വത്തുക്കളൊക്കെ വിറ്റ് പണമാക്കി ക്രിയാത്മക പ്രവർത്തനങ്ങളിൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ സാധിക്കും. പല മാർഗത്തിലൂടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുവാൻ ഈ കൂറുകാർക്ക് കഴിയുന്നതാണ്. തങ്ങൾക്ക് ലഭിക്കാനുള്ള പണം അപ്രതീക്ഷിതമായി ലഭിക്കും. കിട്ടാക്കടമെന്ന് കരുതിയ പണം പോലും വളരെ പെട്ടെന്ന് തന്നെ ഈ കൂറുകാർക്ക് ലഭിക്കുന്നതാണ്.
വലിയ ആജ്ഞാശക്തിയോടെ പ്രവർത്തിക്കുവാനും സമൂഹത്തിലെ ഉന്നത നിലയിൽ ജീവിക്കുവാനുമുള്ള അവസരം ഇവർക്ക് വന്നു ചേരും. പിതാവിനെയും ഗുരുക്കന്മാരെയും ഒക്കെ പ്രീതിപ്പെടുത്തുവാനും സന്തോഷിപ്പിക്കുവാനും ഇവരെ കൊണ്ട് സാധിക്കും. അവരുടെ സന്തോഷത്തിലൂടെ വലിയ ജീവിത വിജയങ്ങൾ നേടുവാൻ ഇവർക്ക് കഴിയും. 9ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴത്തിന്റെ ദൃഷ്ടി ഈ കൂറുകാരെ സംബന്ധിച്ച് ലഗ്നത്തിലേക്കും 3ലേക്കും 5ലേക്കും അനുഭവപ്പെടും. ലഗ്നഭാവത്തിലേക്ക് ലഭിക്കുന്ന വ്യാഴദൃഷ്ടി മൂലം ശാരീരികമായും മാനസികമായും വലിയ ഉന്മേഷവും ഉണർവും ഈ കൂറുകാർക്ക് അനുഭവപ്പെടും. രോഗദുരിതങ്ങൾ അനുഭവിച്ചു വന്ന ഈ കൂറുകാർക്ക് വളരെ വേഗത്തിൽ അതിൽ നിന്നൊക്കെ ആശ്വാസം ലഭിക്കും. കീർത്തിയും യശസ്സും വലിയ തോതിൽ ഇവർക്ക് വർദ്ധിക്കും. എല്ലാ പ്രവൃത്തികളിലും വിജയം കൈവരിക്കാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നതാണ്. അസാധ്യമെന്ന് കരുതിയ എല്ലാ കാര്യങ്ങളും സാധിക്കുവാനും അതൊക്കെ വലിയ വിജയത്തിലെത്തിക്കുവാനും ഈ കൂറുകാർക്ക് കഴിയുന്നതാണ്. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ സഹായം എന്നത്തേക്കാൾ ഉപരി ഈ കൂറുകാർക്ക് അനുഭവിക്കാൻ ഇടവരും. വളരെ അകന്ന ബന്ധുക്കളുമായി കൂടുതൽ അടുക്കുവാനും അവരിൽ നിന്നൊക്കെ കൂടുതൽ സഹായവും സഹകരണങ്ങൾ ലഭിക്കുവാനും ഈ കൂറുകാർക്ക് അവസരമുണ്ടാകും. പുതിയ പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുവാനും ഈ വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി മൂലം വൃശ്ചിക കൂറുകാർക്ക് സാധിക്കുന്നതാണ്. വാക്കിലും പ്രവൃത്തിയിലും വലിയ മികവും ഉണർവും പ്രകടിപ്പിക്കുവാൻ ഈ കൂറുകാർക്ക് കഴിയും. വാക് സാമർഥ്യവും ബുദ്ധിവൈഭവവും ഉപയോഗിച്ച് കർമ്മരംഗത്ത് കൂടുതൽ വിജയിക്കുന്നതിന് ഇവരെ കൊണ്ട് കഴിയുന്നതാണ്. വൃശ്ചികക്കൂറിൽ ജനിച്ചവർക്ക് ഭാഗ്യയോഗമാണ് 9ാം ഭാവത്തിലെ ഉച്ചസ്ഥനായ വ്യാഴം നൽകുന്നത്. ധാരാളം ഭാഗ്യാനുഭവങ്ങൾ അപ്രതീക്ഷിതമായി ഈ കൂറുകാർക്ക് അനുഭവപ്പെടും. കുടുംബ സ്വത്തുകൾ ലഭിക്കാനുള്ളവർക്ക് അത് വളരെ വേഗത്തിൽ ലഭിക്കുന്നതാണ്. ആരോഗ്യപരമായ ഉണർവ് കൂടുതലായി ഈ കൂറുകാർക്ക് അനുഭവപ്പെടും. വാക്കിലും പ്രവൃത്തിയിലും വലിയ മികവ് കാട്ടി മറ്റുള്ളവരെ വശത്താക്കുവാനും അവരിൽ നിന്നും ആനുകൂല്യങ്ങൾ നേടുന്നതിനും ഈ കൂറുകാരെ കൊണ്ട് സാധിക്കുന്നതാണ്. നിശ്ചയദാർഢ്യവും ആത്മവിശ്വാസവും വെച്ചു പുലർത്തി ജീവിതത്തിൽ മുന്നേറുവാനും വിജയിക്കുവാനും വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി ഈ കൂറുകാരെ സഹായിക്കും. വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി മൂലം വൃശ്ചികക്കൂറിൽ ജനിച്ച എല്ലാവർക്കും കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. ശംഭോ മഹാദേവ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക. നന്ദി, നമസ്കാരം.